നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ പല വെളിപ്പെടുത്തലും നടത്താറുണ്ട്. വിവാദമായ പല സംഭവങ്ങളും ഈ പരിപാടിയിലൂടെ മോദി ഓർമ്മിപ്പിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കാണാനും വിലയിരുത്താനും നിരവധി പേരാണുള്ളത്. ഇപ്പോൾ ഇത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും മോദി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. പറയാതെ പറയുന്നതാണെങ്കിലും കാര്യങ്ങൾ കുറിക്കുകൊള്ളുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇതാണ് ശ്രദ്ധേയവും. രാജ്യത്ത് 50 വർഷം മുൻപ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ ഭരണഘടനയെ കൊലപ്പെടുത്തുക മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയെ തങ്ങളുടെ പാവയാക്കി മാറ്റുകയും ചെയ്തുവെന്ന് മോദി എടുത്തു പറഞ്ഞു. 50 വർഷം മുൻപ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും പേരെടുത്തു പറയാതെ ശക്തമായി വിമർശിക്കുകയായിരുന്നു മോദിയുടെ ഇത്തവണത്തെ മൻ കി ബാത്. ജനങ്ങൾക്കെതിരെ അടിയന്തരാവസ്ഥയിലൂടെ അതിക്രമണങ്ങൾ നടത്തിയ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന പ്രമുഖ രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ കേൾപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, മുൻ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാം എന്നിവരുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങളാണ് മോദി കേൾപ്പിച്ചത്. ഭരണഘടന ശക്തമായി നിലനിർത്തുന്നതിന് ജനങ്ങളെ ജാഗ്രതപ്പെടുത്താൻ ഈ പ്രസംഗങ്ങൾ എപ്പോഴും ഓർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥയിലൂടെ അതിരുകടന്നതിന് കോൺഗ്രസ് പാർട്ടിയുടെയോ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയോ പേര് എടുത്തു പറയാതെ തന്നെയാണ് മോദി അപലപിച്ചത്. പൊതുജന പങ്കാളിത്തത്തിലൂടെ വലിയ പ്രതിസന്ധികളെ നേരിടാൻ കഴിയുമെന്നും മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായിയുടെ ശബ്ദരേഖയാണ് മോദി ആദ്യം കേൾപ്പിച്ചത്. ഇന്ദിരാഗാന്ധി ഭരണത്തിൽ അടിച്ചമർത്തൽ വർഷങ്ങളായി തുടരുന്നതെന്നും അടിയന്തരാവസ്ഥയുടെ 2 വർഷത്തിൽ അത് ഉച്ചസ്ഥായിയിലെത്തിയെന്നും പറയുന്നതായിരുന്നു മൊറാർജി ദേശായിയുടെ ഈ ശബ്ദരേഖ. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തട്ടിയെടുക്കപ്പെട്ടു, പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, കോടതികൾ പൂർണ്ണമായും നിസ്സഹായരായി, 1 ലക്ഷത്തിലധികം ആളുകളെ ജയിലിൽ അടയ്ക്കുകയും തുടർന്ന് ഏകപക്ഷീയമായ ഭരണം തുടരുകയും ചെയ്ത രീതി ലോക ചരിത്രത്തിൽ അതിന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണെന്നാണ് മൊറാർജി ദേശായി പറഞ്ഞത്. 1975-നും 1977-നും ഇടയിലുള്ള 21 മാസ കാലയളവിൽ അടിയന്തരാവസ്ഥയിൽ ആളുകൾ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് മോദി പ്രക്ഷേപണത്തിൽ പറഞ്ഞു. ആളുകൾക്കെതിരായ അതിക്രമണങ്ങളുടെ മറക്കാൻ കഴിയാത്ത നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും മുൻ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാമിന്റെയും പ്രസംഗങ്ങളുടെ ഭാഗങ്ങളും അദ്ദേഹം കേൾപ്പിച്ചു. ജോർജ് ഫെർണാണ്ടസിനെ അന്ന് ചങ്ങലക്കിട്ടിരുന്നു. അക്കാലത്ത് മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ആരെയും അറസ്റ്റ് ചെയ്യാമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യം ഞെരുക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന് വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ജനാധിപത്യമായി അവർ വാഴുകയും എന്ത് വിട്ടുവീഴ്ചയും സ്വീകരിക്കുകയും ചെയ്തത് ഇന്ത്യക്കാരുടെ ശക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ആളുകൾ വിജയിച്ചു, അടിയന്തരാവസ്ഥ പിൻവലിച്ചു, അത് അടിച്ചേൽപ്പിച്ചവർ പരാജയപ്പെട്ടു എന്നും മോദി പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം അടുത്തിടെ സംവിധാൻ ഹത്യാ ദിവസായി ആഘോഷിച്ച കാര്യവും മോദി ചൂണ്ടിക്കാട്ടി. അതിനെതിരെ പോരാടിയവരെ എപ്പോഴും ഓർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 1975 ജൂൺ 25-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത്. രാജ്യത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയ ഈ നാറിയ ഭരണത്തെ ഇന്നും പുച്ഛത്തോടെ തന്നെയാണ് ലോകം നോക്കിക്കാണുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.
ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.